ഹായ് ഓൾ, ഇന്ന് നമുക്കൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. കോഴിക്കോടൻ ചിക്കൻ ബിരിയാണിയാണ്, വറുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. 1.5 കിലോ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള ചിക്കനും 1.5 കിലോ തന്നെ വാങ്ങിയായിരുന്നു. അത് നന്നായി മസാല പുരട്ടി, മസാലയിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും തൈരും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അത് നന്നായി വറുത്ത് കോരി വെച്ചു. ഇനി നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള എന്താണെന്ന് നോക്കാം. സവോള ഒരു 6 സവോള മീഡിയം സൈസ് സവോള എടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു മുഴുവൻ വെളുത്തുള്ളി, പിന്നെ 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എനിക്ക് പച്ചമുളക് കിട്ടിയില്ല, ഞാൻ കാന്താരി മുളകാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് പച്ചമുളക് യൂസ് ചെയ്യാം. പിന്നെ ഒരു 5-6 തക്കാളിയും കൂടെ എടുക്കുക. ഈ മസാല ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. ഞാൻ ബിരിയാണി മസാല ആദ്യം ഒന്ന് ചൂടാക്കി പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുക്കറിലേക്ക് ഈ അരിഞ്ഞു വെച്ച സാധനങ്ങളെല്ലാം ചേർത്ത് മസാലയിൽ നിന്ന് 1 ടീസ്പൂൺ മസാലയും എടുത്ത്, പിന്നെ അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഒരു 3-4 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇപ്പുറത്തെ സ്റ്റവിൽ സവോള വറുത്ത് കോരിയെടുക്കുന്നുണ്ട്, മുന്തിരിങ്ങയും കൂടെ വറുത്ത് കോരിയെടുക്കുന്നുണ്ട്. പിന്നെ ഇനി ചോറ് വേവിക്കുക. ചോറിനാവശ്യമായി നെയ്യ് എടുത്ത് ചൂടാക്കി അതിലേക്ക് പട്ടയും ഗ്രാമ്പും ഏലക്കയും ചേർത്ത് ഒന്ന് ചൂടാക്കുന്നുണ്ട്. പിന്നെ ഞാൻ 4 ഗ്ലാസ് അരിയാണ് വേവിക്കുന്നത്. 4 ഗ്ലാസ് അരിക്ക് 8 ഗ്ലാസ് വെള്ളമാണ് ചേർക്കേണ്ടത്. അതിൽ 7 ഗ്ലാസ് വെള്ളവും ചേർത്ത് 1 ഗ്ലാസ് ഞാൻ ചിക്കൻ സ്റ്റോക്കാണ് ചേർത്തിരിക്കുന്നത്. ഞാൻ ചിക്കൻ വേവിച്ചപ്പോൾ ഇന്നലെ വേവിച്ചതിൻ്റെ കുറച്ച് സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചിക്കൻ സ്റ്റോക്കും കൂടെ ചേർത്ത് നന്നായി വെള്ളം തിളപ്പിക്കുക. അരി ഞാൻ കുറച്ച് നേരത്തെ തന്നെ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റെങ്കിലും അരി കുതിർത്ത് വെച്ചാൽ അരി നന്നായി സോഫ്റ്റായിടും. അങ്ങനെ അരിയും ചേർത്ത് വെള്ളത്തിലേക്ക് ചേർത്ത് വേവിക്കുക. കൂടെ കുറച്ച് നാരങ്ങ നീരും ചേർക്കുക. പിന്നെ ഒരു 90% അരി വെന്ത് കഴിയുമ്പോൾ ഓഫാക്കുകയാണ്. തീ ഓഫാക്കിയിട്ട് ഞാൻ ഒരു 25 മിനിറ്റ് അടച്ചു വെക്കും. പിന്നെ അത് തുറക്കുകയില്ല. അപ്പോൾ അരി അതിൽ കിടന്ന് നന്നായി വേവും. ഇനി മസാല കുക്കറിൽ നിന്ന് എടുത്ത് ചിക്കനും വറുത്ത് കോരി വെച്ച ചിക്കനും ചേർത്ത് ഒരു 1/2 കപ്പ് തൈരും ചേർത്ത് നന്നായിട്ട് തൈര് ഒന്ന് മിക്സുമായിട്ട് ചേരുന്ന വരെ നന്നായി ഒന്ന് വേവിച്ചെടുക്കുക. അങ്ങനെ അത് വേവിച്ച് കഴിഞ്ഞ് ഈ ചോറ് അപ്പോഴത്തേക്ക് ഒരു 25 മിനിറ്റ് കൊണ്ട് ചോറ് നന്നായി വെന്തിട്ടുണ്ടാവും. എടുക്കുമ്പോൾ നമുക്ക് ഒട്ടിപ്പിടിച്ച പോലത്തെ ഒന്നും പക്ഷേ ഒന്നുമില്ല, നന്നായിട്ട് ഇരിക്കും ചോറ്. എന്നിട്ട് ഈ മസാല മിക്സിൻ്റെ മുകളിലേക്ക് ദം ചെയ്തെടുക്കാം. ചോറിടുക, കുറച്ച് നെയ്യ് ഒഴിക്കുക, പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ബിരിയാണി മസാല ഇടുക, അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില പുതിനയില മിക്സും ചേർക്കുക, പിന്നെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന സവോളയും മുന്തിരിങ്ങയും ചേർക്കുക. ഇത് ലെയറായിട്ട് എടുത്ത് നന്നായിട്ട് ദമ്മ് ചെയ്തെടുക്കുക. അങ്ങനെ ദമ്മ് ചെയ്തത് ഒരു 10-20 മിനിറ്റ് ചെറുതീയിൽ ദമ്മ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി സ്വാദിഷ്ടമായിട്ടുള്ള കോഴിക്കോടൻ ബിരിയാണി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്